വൈകുന്നേരം ചെറിയൊരു കാപ്പി കുടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഗാർഡനിൽ ചെയ്യാനായിട്ടും ക്ലീനിങ്ങിനായിട്ടും ഒക്കെ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരമായിരുന്നേ. ചേട്ടനും നേരത്തെ വന്നത് കാരണം പച്ചക്കറി നടാനായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നമ്മൾ വഴുതനയായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് ഒരുപാട് വിളവ് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ വഴുതനയൊക്കെ പറിച്ച് മാറ്റി കളഞ്ഞായിരുന്നു. ഇനി അത് ആ ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും ഡ്രിപ്പൊക്കെ ചെയ്ത് ഇതുപോലെ ചെറിയ ഷീറ്റൊക്കെ വെച്ചൊന്ന് മൂടി പുല്ല് പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പൈപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ ഒരു മണ്ണും ഒന്ന് ലെവൽ ചെയ്ത് നന്നായിട്ട് തടമൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ വളവും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഷീറ്റിട്ട് മൂടിയിരിക്കുന്നത്. ഇനി നമ്മൾ തൈ കൊണ്ടുവന്ന് നട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ചെറിയ ഹോളും ഇതിനടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ കൊച്ചു കർഷകനും ഇവിടെ ഇരുന്ന് ചീര നടുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് അവൻ കുറച്ച് 10 മണിച്ചെടിയും കൂടെ നടുന്നുണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ. അവന് തോന്നുന്ന സ്ഥലത്ത് അവൻ നടും. പക്ഷെ ചെടിയുടെ വേര് വന്നൊന്ന് ഇടയ്ക്ക് പൊക്കി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ കഴിഞ്ഞ തവണ നമ്മളിവിടെ ചീര നട്ടപ്പോഴേക്കും അവനും കുറച്ച് തൈകൾ എടുത്ത് നട്ടിരുന്നു കേട്ടോ. അത് നമ്മൾ വലുതായപ്പോഴേക്കും തോരൻ വെക്കാനും എടുത്തായിരുന്നേ. അപ്പോൾ അവൻ്റെ കൃഷിയിൽ നിന്നാണെന്നും പറഞ്ഞ് അവന് ഭയങ്കര സന്തോഷവും നല്ല പ്രൗഡുമായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മളോട് വഴക്കിടുമ്പോഴേക്കും അവൻ നട്ടതാണെന്ന് പോലും ഓർക്കാതെ അതങ്ങ് പറിച്ച് ആ ദേഷ്യത്തിന് കളയുവേ. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടി ഫാർമറിൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികൾ കേട്ടോ. ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ ലെപ്പേർഡ് ലില്ലിയൊക്കെ ഞാൻ ഒരുമിച്ച് ഒരേപോലെ അറേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞത് കാരണം അത് ആ ഒരു ലെപ്പേർഡ് ലില്ലിയുടെയൊക്കെ ആ ഒരു ഇല നന്നായിട്ട് പഴുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്